വിവാഹം കഴിച്ചു. ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണയോടെ തുടർന്നും മേഴ്സി രവി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിന്റെയും KPCCയുടെയും ജനറൽ സെക്രട്ടറിയായും INTUC ദേശീയ വനിതാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും പ്രസിഡന്റായുമൊക്കെ ദീർഘകാലം കോൺഗ്രസിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും പദവികൾ അലങ്കരിച്ച് നേതൃത്വ പാടവം തെളിയിച്ചു. 2001 കേരള നിയമസഭയുടെ അംഗമായി മേഴ്സി രവി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി വൈക്കം വിശ്വനെ പരാജയപ്പെടുത്തിയായിരുന്നു നിയമസഭയിലേക്കുള്ള ചുവടുവയ്പ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 11ാം നിയമസഭയുടെ അവസാന നാളുകളിൽ സഭാ നടപടികളിൽ സജീവമായി പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അന്നു മുതൽക്ക് ചികിത്സയുമുണ്ട്. വയലാർജിയുടെ ഉയർച്ചയുടെ വഴികളിലെല്ലാം നിഴല് പോലെ മേഴ്സി രവിയും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വയലാർ രവി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പക്ഷേ ആദ്യമായി ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നു. സന്തോഷമുണ്ടെന്നാണ് ചോദിച്ചത്. സന്തോഷമുണ്ട്, പിന്നെ അവിടെ എത്താൻ പറ്റാത്തതിന് ചെറിയ സങ്കടമുണ്ട്. പൊതുപ്രവർത്തനത്തിനിടയിലും എഴുത്തുകാരിയായും കോളമിസ്റ്റായും പേരെടുത്തു. ലേഖനങ്ങളുടെയും ഓർമ്മക്കുറിപ്പുകളുടെയും സമാഹാരം പ്രസിദ്ധീകരിച്ചു. രവി കൃഷ്ണ, ലീസ രോഹൻ, ലക്ഷ്മി രവി എന്നിവർ മക്കളാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സഹപ്രവർത്തകർക്ക് മനക്കരുത്ത് പകർന്ന വ്യക്തിത്വമായിരുന്നു മേഴ്സി രവി എന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി അനുസ്മരിച്ചു. മേഴ്സി രവി നൽകിയിരുന്ന ഉൾക്കരുത്താണ് വയലാർ രവിക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ശക്തി പകർന്നത് എന്ന് അദ്ദേഹം ഓർമ്മിച്ചു. വയലാർ രവിയുടെ കുടുംബവുമായി രാഷ്ട്രീയം എന്നതിലുപരി കുടുംബപരമായ ബന്ധമാണ് ഉള്ളത്. വയലാർ രവിയും മേഴ്സിയും തമ്മിലുള്ള സ്നേഹബന്ധം തുടങ്ങുമ്പോൾ തന്നെ അറിയാമായിരുന്നുവെങ്കിലും അത് ആരോടും പറഞ്ഞിരുന്നില്ലെന്നും AK ആന്റണി പറഞ്ഞു. ആ കാലഘട്ടത്തിലും വളരെ പൊതുസേവനം പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രവർത്തകയാണ്. വയലാറിനെയും മേഴ്സിയുമായിട്ടുള്ള ബന്ധം, അവർക്ക് സ്നേഹബന്ധം ആരംഭിക്കുന്ന കാലം മുതൽ ഞാൻ ഒരുമിച്ച് എറണാകുളത്ത് കോൺഗ്രസ് ഓഫീസ് താമസിക്കുകയാണ്. നമ്മൾ എനിക്ക് അവരുടെ ബന്ധം അറിയാം. ഇത്രയേറെ ഒരു ഉൾക്കരുത്തും മനക്കരുത്തുമുള്ളൊരു സഹപ്രവർത്തകരെ കണ്ടെത്തുന്ന പ്രയാസമാണ്. ഒരു നിർഭയമാണ്. ഒരു പ്രതിസന്ധി പതരാതെ സാമാന്യമായ ജാഗ്രതയോട് പ്രവർത്തിക്കുന്ന മേഴ്സിയുടെ ജന്മ കാലത്ത് തന്നെ എല്ലാ സഹപ്രവർത്തകർക്കും ഒരു വലിയ മനക്കരുത്തായിരുന്നു. വയലാറിനെയും മേഴ്സിയുമായിട്ടുള്ള വിഭാഗം ഉണ്ടായതിനു ശേഷം രവിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മേഴ്സി രവി നൽകിയിരുന്ന കുറച്ച് പിന്തുണയും അവരുടെ ഒരു